ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐസോമോർഫിസം ഹോമോമോർഫിസം. നമുക്കറിയാം ഐസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഒരുപോലെയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ട് രണ്ടെണ്ണം ഐസോമോർഫിക് ആണ്, ഡിഫറെന്റ് സ്ട്രക്ചറുള്ള രണ്ട് രീതിയിലുള്ള ഗ്രൂപ്പിലെടുത്തിട്ട് അവർ തമ്മിലൊരു സ്ട്രക്ചർ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരേ സ്ട്രക്ചറുള്ള ഗ്രൂപ്പുകൾ രണ്ട് പേരിലായിട്ട് അറിയപ്പെടുമ്പോൾ അവർ ഒന്ന് തന്നെയാണ്, വേറെ രണ്ട് പേരിലാണ് എന്ന് മാത്രം, ഒന്ന് തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ 1, 2, 3 കൗണ്ട് ചെയ്യുന്നതും 1, 2, 3 പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഒരേ കീഴിൽ കൊണ്ടുവരിക. അപ്പൊ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ളവരെ ഒരു ഇതിൽ കൊണ്ടുവരിക. അതിന് നമ്മൾ ഐസോമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെഫിനിഷനിലോട്ട് പോവാം. Definition: an isomorphism from a group G to a group G bar from a group G to a group G bar is a 1-to-1 mapping. From G on to G bar that preserves group operation. അതെന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ജി ബാർ എന്ന് പറയുന്ന അനദർ ഗ്രൂപ്പ് ഉണ്ട്. നമ്മളൊരു മാപ്പിംഗ് ഫൈ ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണ് ജിന്ന് ജി ബാറിലോട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഫൈ ഈസ് 1-1, 1-to-1, second it is on to, and third one is preserves operation. അതായത് നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്യുന്ന അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, ജി ബാർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് പ്രിസേർവ്സ് ഗ്രൂപ്പ് ഓപ്പറേഷൻ ആണെങ്കിൽ, അതായത് നമ്മൾ ഫൈ എന്ന് പറയുന്ന മാപ്പിംഗ് ഗ്രൂപ്പ് ഓപ്പറേഷൻ പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഫോർ എവറി എലമെന്റ്സ് ഇൻ ജി. ഇപ്പൊ ഫൈ ഓഫ് എ ബി എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ആ ഓപ്പറേഷൻ, അത് ഇവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ജി ബാർ എന്ന് പറയുന്നത് അഡീഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ജി ബാറിലെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ജി ബാറിലെ എലമെന്റ് ആണ് ഇവിടെ ഫൈ ഓഫ് എയും ഫൈ ഓഫ് ബി. സോ അവിടുത്തെ ഓപ്പറേഷൻ ആണ് പ്രിസർവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ ഇത് മാറ്റിയിട്ട് ജി ബാർ is a group with addition and G is a group with binary operation multiplication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്രൂപ്പ് ഓപ്പറേഷൻ പ്രിസർവ് ചെയ്യണം. ദാറ്റ് ഇസ് ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ജി ബാറിലെ ഗ്രൂപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി. സോ ഗ്രൂപ്പ് ഓപ്പറേഷൻ ആണ് പ്രിസർവ് ചെയ്യേണ്ടത്. അതായത് 1-1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം, പിന്നെ ഗ്രൂപ്പ് ഓപ്പറേഷൻ പ്രിസർവ് ചെയ്യണം, പ്രിസർവ്സ് ഗ്രൂപ്പ് ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ രണ്ട് ഗ്രൂപ്പുകളും ഐസോമോർഫിക്, ദർ ഈസ് ആൻ ഐസോമോർഫിസം, ഫൈന് ഐസോമോർഫിസം ആണെന്ന് പറയും. ആൻഡ് ദ ഗ്രൂപ്പ് ജി ആൻഡ് ജി ആർ സെറ്റ് ടു ബി ഐസോമോർഫിക്. ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ദേ ആർ ഐസോമോർഫിക്. ഫൈ ഈസ് ആൻ ഐസോമോർഫിസം ഫ്രം ജി ടു ജി ബാർ. അപ്പോൾ ഇത് മാത്രം, ഈ സ്ട്രക്ചർ പ്രിസർവേഷൻ മാത്രം ഉണ്ടാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹോമോമോർഫിസം. അപ്പോൾ അതായത് ഇത് മാത്രം ഉണ്ടെങ്കിൽ, ഒരു ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ജി ബാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു മാപ്പിംഗ് ഫൈ ഫ്രം ജി ടു ജി ബാർ, ഇഫ് ഇറ്റ് പ്രിസർവ്സ് the group operation, then phi is said to be homomorphism.
ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്, ഹോമോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 ഓട്ടോ ആണെന്നില്ല, അത് പ്രിസർവ് ചെയ്താൽ മതി. ഗ്രൂപ്പ് ഓപ്പറേഷൻ എന്താണോ അത് പ്രിസർവ് ചെയ്താൽ മതി. ഓക്കെ, രണ്ട് ഗ്രൂപ്പ് ഐസോമോർഫിക് ആണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പെട്ടെന്നൊന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ Z under addition, it is isomorphic to 2Z under addition. അപ്പോൾ എണ്ണം ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആകുമ്പോൾ ഇവർ തമ്മിലുള്ള എണ്ണത്തിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഫൈനൈറ്റ് സെറ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കണം. ബട്ട് ഇൻഫൈനൈറ്റ് സെറ്റ് ആകുമ്പോൾ നമുക്ക് എന്താ പറയാ, അങ്ങനെ നമ്പർ ഓഫ് കൗണ്ടബിൾ ആയിട്ടാണല്ലോ വരുന്നത്, ഇൻഫൈനൈറ്റ് ആണ്. So but we can define an isomorphism. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം. Z നിന്ന് 2Z ലോട്ട് we define, take an element x belongs to set phi of x equals to x. അപ്പോൾ 1 1 ആണ്, ഓൺ 2 ആണ്, സ്ട്രക്ചർ പ്രിസർവിംഗ് ആണെന്നുള്ളത്. സ്ട്രക്ചർ പ്രിസർവിംഗ് മാത്രം ഞാൻ വെരിഫൈ ചെയ്ത് കാണിച്ചു തരാം. Let x, y belongs to Z, then phi of, ഇവിടുത്തെ ഗ്രൂപ്പ് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു, ഇവിടെ Z അണ്ടർ അഡീഷൻ ആണ്, അപ്പോൾ ഓപ്പറേഷൻ ആണ് പ്രിസർവ് ചെയ്യേണ്ടത്. അപ്പോൾ phi of x plus y, how we define phi of x plus y, that is 2 times x plus y. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, that is 2 times x plus 2 times y. By definition 2 times x is phi of x and 2 times y is phi of y. So it is homomorphism. Group operation preserve ചെയ്യുന്നുണ്ട്. So Z under addition and 2Z under multiplication isomorphic ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് അതിന്റെ സബ് ഗ്രൂപ്പിനോട് തന്നെ ഐസോമോർഫിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്തൊരു ഡെഫിനിഷൻ ആണ് കേർണൽ ഓഫ് എ ഗ്രൂപ്പ് ഹോമോമോർഫിസം. ഹോമോമോർഫിസം നമ്മളതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ജി ബാറിലോട്ടുള്ളൊരു ഹോമോമോർഫിസം മാപ്പിംഗ് ആണ്. കേർണൽ ഓഫ് phi, it is defined to be the elements in G such that which maps to the identity in E bar is the identity in G bar, identity element in G bar. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡൊമൈനിലെ എലമെന്റ്സ്, അതായത് എലമെന്റ്സ് ഇൻ ജി വിച്ച് മാപ്പ് ടു ദി ഐഡന്റിറ്റി എലമെന്റ്സ് ഇൻ ജി ബാർ, ജി ബാറിലെ ഐഡന്റിറ്റി എലമെന്റിലോട്ട് മാപ്പ് ചെയ്യുന്നതാണ് കേർണൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നോക്കിക്കോളൂ, ഈ പ്രോബ്ലം നിന്ന് നോക്കിക്കോളൂ. എക്സാമ്പിൾ, define phi from R under addition ആണ്. U of 1 multiplication U of 1. What is U of 1? U of 1 means the elements in C having unit modulus 1. Modulus 1 ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിനാണ് നമ്മൾ U of 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മാപ്പിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേക്ക് ആൻ എലമെന്റ് x belongs to R, let x belongs to R, phi of x equal to e raised to ix, phi of x equal to e raised to ix. ഓക്കെ, നിങ്ങൾക്ക് ഹോമോമോർഫിസം ആണ് എങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? അതൊരു ഐസോമോർഫിസം ആണോ? let x, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് കേർണൽ. ഓക്കെ, let x, y belongs to R,
phi of x. ഇവിടുത്തെ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു അഡീഷൻ ആണ്. So phi of homomorphs ആണ് ചിക്കാണ്. Phi of x plus y is defined to be e raised to I into x plus y, e raised to ix plus iy is e raised to ix into e raised to iy. By definition it is phi of x and it is phi of y. So group operation preserve ചെയ്യുന്നുണ്ട്. കാരണം u of 1 ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആൻഡ് r ഓപ്പറേഷൻ അഡീഷൻ ആണ്. മനസ്സിലായോ? അപ്പോൾ phi of x plus y equal to phi of x into phi of x. So phi is a homomorphism. Homomorphism. But it is not an isomorphism. Why? Isomorphism അല്ല. എന്തുകൊണ്ടാണ്? It's not an isomorphism. Why? സോ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ആക്ടിവിറ്റി തരാണ്. ഈ വീഡിയോ എത്ര പേര് കണ്ടു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ മാപ്പിംഗ് ഹോമോമോർഫിസം ആണ്, ഐസോമോർഫിസം അല്ല എന്നുള്ളതിൻ്റെ കമൻറ്റ് ഈ ലിങ്കിൻ്റെ നമ്മുടെ യൂട്യൂബിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വൈ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐസോമോർഫിസം. അതിൻ്റെ ആൻസർ കമൻ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് അതിൻ്റെ ഇതിൽ കമൻറ്റ് ബോക്സ് കാണുമല്ലോ, അതിനകത്ത് ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ ഫൈ എന്ന് പറയുന്നത് ഹോമോമോർഫിസം ആണ്, പക്ഷേ ഐസോമോർഫിസം അല്ല. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കേർണൽ കണ്ടുപിടിക്കണം എന്നാണ്. അപ്പോൾ കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ് കേർണൽ? എലമെന്റ്സ് ഇൻ ജി. ഇവിടുത്തെ ജി അതായത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആർ വിച്ച് മാപ്പ് ടു ഫൈ ഓഫ് എക്സ്. ഐഡന്റിറ്റി ഇൻ യു ഓഫ് 1. ഐഡന്റിറ്റി ഇൻ ജി ബാർ. ഇവിടെ യു ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ ഗ്രൂപ്പ് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഐഡന്റിറ്റി 1 ആണ്. സോ x belongs to R with phi of x. How it is defined? E raised to ix equal to 1. എന്താണ് e raised to i? ഞാൻ ഇവിടെ ഷോർട്ട് ആയിട്ട് ചെയ്യാം. e raised to ix equal 1. That is 1 can be written as e raised to ix equal to എങ്ങനെ എഴുതാൻ പറ്റും? e raised to i 2pi ആണോ? e raised to i 2pi cos 2pi plus i sin 2pi e raised to i theta cos theta plus i sin theta sin 2pi 0 cos 2pi 1. ഓക്കെ. അപ്പോൾ 1 എങ്ങനെ എഴുതാം? e raised to i 2pi എന്ന് എഴുതാം. സോ വാട്ട് ഈസ് x? 2pi. ഇതുപോലെ തന്നെയാണ് എക്സ്. നമുക്ക് അത് എന്താ പറയാം, 2π മാത്രമല്ല 4πയിലും എന്ത് തന്നെയാണ്? എക്സിന്റെ വാല്യൂ എന്താണ്? സോറി, കോസിന്റെ വാല്യൂ cos 4pi 1 sin 4pi 0. അത് മാത്രമാണോ? sin 0 0 cos 0 1. അപ്പോൾ 0യിലും ഉണ്ട്. പിന്നെ എന്തുണ്ട്? 6π ഉണ്ട് അല്ലേ, എക്സെട്ര. അപ്പം ഇതെന്താ ആൻസർ? എന്താണ്? എലമെന്റ്സ് ഓഫ് ദി ഫോം. ഇതിൽ എലമെന്റ്സ് ഏതൊക്കെയാ? 0 2π 4π 6π എക്സെട്ര. പ്ലസ് മൈനസ് 2πയോ? മൈനസ് 2π വരില്ല അല്ലേ? വരുമോ? It is our kernel. അടുത്ത പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് ഐസോമോർഫിസം ഹോമോമോർഫിസത്തിൻ്റെയും പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ചോദിക്കാം, മേ ബി ചോദിക്കാം. അതിൻ്റെ ഓരോ പ്രോപ്പർട്ടിയും എസ് ടൈപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടി ചോദിക്കാം. ഓക്കെ. അപ്പോൾ സിമ്പിൾ പ്രോപ്പർട്ടിയാണ്, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നും ഇല്ല.